ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ടാലി പ്രൈം 4.1 ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്റെ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4.1 ടാലി പ്രൈം 4.1 എങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ്? ഒരു റീറ്റെയിൽ ഷോപ്പാണ് അല്ലെ? അപ്പൊ അവിടെ ബില്ലിങ്ങിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സെയിൽ ആണ്. POS വഴിയാണ് അവിടെ ബില്ലിംഗ് ചെയ്യുക. അപ്പോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ചെയ്യുക, അതിന്റെ ആക്ടിവേഷൻ എന്താണ്, അതേപോലെ സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ടിങ് ചെയ്യാൻ നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും വഴിയാണ് എനിക്ക് എന്റെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് വളരെ ഉപകാരമായിട്ട് മാറും. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ്, ഒന്ന് ലൈക്ക് ചെയ്യൂ. പിന്നെ ഇഷ്ടപ്പെട്ടു തോന്നിയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കമന്റുകൾ നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താം. അപ്പൊ ഇതെല്ലാം എന്റെ ചാനലിന്റെ റീച്ച് കൂട്ടും. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഒന്ന് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com. അപ്പൊ ഇതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റിലെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ GST നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എങ്ങനെയാണ് GST ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ കമ്പനിയിലേക്ക് പോവാം. ഇവിടെ F11 ഫീച്ചർ നോട്ടുണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്താൽ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് റെഗുലറിലേക്ക് വന്നു. ഇവിടെ GST നമ്പറൊക്കെ കൊടുത്തു. ഇവിടെ മന്ത്ലി കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ വേവിൽ അപ്ലിക്കബിൾ യെസ് കൊടുത്തു. ഇവിടെ വർഷം കൊടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇപ്പോൾ കമ്പനിയിലെ GST ആക്ടിവേറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെന്ററി ക്രിയേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ സ്റ്റോക്ക് ഐറ്റം എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ അടിച്ചു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൈസ് എന്നുള്ളൊരു ഐറ്റം അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് നമുക്ക് ഗ്രൂപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ അണ്ടർ എന്നുള്ളിടത്ത് നമുക്ക് പ്രൈമറി പറഞ്ഞ ഗ്രൂപ്പ് ടാലിയിലെ ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. പുതുതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് Alt C പ്രസ് ചെയ്താൽ മതി. ഇവിടെ സ്റ്റേഷനറി എന്നുള്ളൊരു ഗ്രൂപ്പ് കൊടുക്കാം. സ്റ്റേഷനറിയിലേക്ക് കൊടുത്തു. അണ്ടർ പ്രൈമറി കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡഡ്. ഇവിടെ യെസ് കൊടുക്കണം. എന്നിട്ട് ഇത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. അടുത്തത് എന്താണ്, യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് ഇവിടെ ഇല്ല, ക്രിയേറ്റ് ചെയ്യാൻ Alt C അടിച്ചു. ഇവിടെ സിമ്പിൾ എന്നുള്ളിടത്ത് KG കൊടുത്തു. ഫോർമൽ നെയിം എന്നുള്ളിടത്ത് കിലോഗ്രാം കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്, അതായത് UQC കോഡ് എന്ന് പറയും. ഓരോ യൂണിറ്റുകളും GST ഡിപ്പാർട്ട്മെന്റ് അതാത് ഇതിലേക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് KG അടിച്ചാൽ KG വന്നു. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് 3 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെയാണ് നമ്മൾ ടാക്സുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ GST അപ്ലിക്കബിലിറ്റിന് അപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ചോദിക്കും നമുക്ക് HSN ആൻഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് കൊണ്ട് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയറിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോ പറയണത് 2.1 ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ 2.1 അതേപോലെ തന്നെ 4.1 ആണെന്നുണ്ടെങ്കിൽ GSTയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്യാറുണ്ട് ഈ ഒരു വിൻഡോ അവിടെ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് 4.1 ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് HSN ആൻഡ് ഡീറ്റെയിൽസ്. HSN എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിനും ഓരോ കോഡ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം GST ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു. ഇവിടെ ആ ഐറ്റത്തിൻ്റെ HSL കോഡ് നമുക്ക് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ ആ ഐറ്റത്തിൻ്റെ HSL കോഡ് കിട്ടും. അപ്പോൾ ഇവിടെ HSL കോഡ് കൊടുത്തു, എൻ്റർ അടിച്ചു. നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതേപോലെ GST റേറ്റ് ആൻഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ എന്താണ് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, ടാക്സബിൾ കൊടുത്തു, ഈ ഐറ്റത്തിൻ്റെ റേറ്റ് കൊടുത്തു, 5% കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അടുത്തൊരു ഐറ്റം കൊടുക്കാം, വീറ്റ്. എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് എന്താണ്, നമ്മൾ മുമ്പ് സ്റ്റേഷനറി എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു, യൂണിറ്റ് KG കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ വീണ്ടും എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിൾ കൊടുത്തു. ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിൽ കൊടുത്തു, HSN കോഡ് കൊടുത്തു. ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, ടാക്സബിൾ കൊടുത്തു, റേറ്റ് 5% കൊടുത്തു. അപ്പോൾ ഇവിടെ 2.5 2.5 വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണുന്നില്ല വിചാരിക്കുക. അപ്പോൾ നമുക്ക് ടാലിയിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടുന്ന ഓപ്ഷൻ വരാത്തത്, നിങ്ങൾ എവിടെയാണോ ഇപ്പൊ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. F12 പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്, ടാലിയുടെ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് F12 അടിച്ചു. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇവിടേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും, പ്രൊവൈഡ് ബ്രേക്കപ്പ് ഓഫ് ടാക്സ് റേറ്റ്. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് അവിടെ രണ്ടെണ്ണമായിട്ട് കാണിക്കുന്നത്. ഇവിടെ നോ കൊടുത്താൽ നമുക്ക് അവിടെ ഒരു ടാക്സുമായിട്ട് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. അടുത്ത ഐറ്റം കൊടുക്കാം, ഷുഗർ. അണ്ടർ സ്റ്റേഷനറിയിലേക്ക് കൊടുത്തു, യൂണിറ്റ് KG കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്ലിക്കബിളിലേക്ക് കൊടുത്തു, സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, HSN കോഡ് കൊടുത്തു, സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയർ കൊടുത്തു, ടാക്സബിൾ കൊടുത്തു. ഇവിടെ റേറ്റ് 12% കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്തു. അടുത്തൊരു ഐറ്റം കൊടുക്കാം, സോപ്പ്. എൻ്റർ അടിച്ചു. ഇവിടെ സ്റ്റേഷനറിയിലേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. യൂണിറ്റ് നമ്പറാണ്, Alt C അടിച്ചു. ഇവിടെ നമ്പർ കൊടുക്കാം, നമ്പർ കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ യൂണിറ്റ് UQC കോഡിലും നമ്പർ എന്നുള്ളതിലേക്ക് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു, എൻ്റർ. GST അപ്ലിക്കബിൾ കൊടുത്തു, സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, ടാക്സബിൾ കൊടുത്തു, റേറ്റ് 18% കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അടുത്തൊരു ഐറ്റം കൊടുക്കാം, മൈദ. ഇവിടെ സ്റ്റേഷനറിയിലേക്ക് കൊടുക്കാം, യൂണിറ്റ് KG കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്ലിക്കബിൾ കൊടുത്തു, സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, HSN കോഡ് കൊടുത്തു, എൻ്റർ അടിച്ചു. സ്പെസിഫൈഡ് ഡീറ്റെയിൽ ഹിയറിലേക്ക് കൊടുത്തു, ടാക്സബിൾ കൊടുത്തു. ഇവിടെ നമുക്ക് റേറ്റ് കൊടുക്കാം, റേറ്റ് 5% കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിൻഡോ സേവ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് ഐറ്റംസ് എല്ലാതും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓരോ ഐറ്റവും ഓരോരോ റാക്കുകളിലായിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഓരോ ഗോഡൗൺ വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗേറ്റ് ഓഫ് ടാലിയിലെ ക്രിയേറ്റിലേക്ക് വന്നു. ഇവിടെ ഗോഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണും, ഇവിടെ ഗോഡൗൺ എടുക്കാം. ഇവിടെ നമുക്ക് പുതിയൊരു ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ക്രിയേറ്റ് ന്യൂ എടുത്തു. ഇവിടെ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോഴാണ് വെച്ചാൽ ഇവിടെ റാക്ക് 1 എന്നുള്ളൊരു ഗോഡൗൺ കൊടുത്തു, അണ്ടർ പ്രൈമറി കൊടുത്തു, അലോ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ യെസ് കൊടുത്തു. അടുത്തതാണെങ്കിൽ റാക്ക് 2 കൊടുത്തു, അണ്ടർ പ്രൈമറി കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഗോഡൗണും ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചു. ഇനി നമുക്ക് എൻട്രീസ് എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻട്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് വൗച്ചറിലേക്ക് പോയി. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എപ്പോഴും എന്താണ് ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രിയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, കാരണം ബിസിനസ്സിലേക്ക് പൈസ കിട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ക്യാപിറ്റലിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. Alt C അടിച്ചു, ക്യാപിറ്റൽ. അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എമൗണ്ട് കൊടുക്കാം, 9 lakh. എൻ്റർ അടിച്ചു.
ഡെബിറ്റ് എന്നുള്ളത് എന്താണ്, ക്യാഷ് കൊടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നരേഷനൊക്കെ കൊടുത്ത് ഈ ഒരു എൻട്രി സേവ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്കിലെ ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. അപ്പൊ കോൺട്ര സെലക്ട് ചെയ്തിട്ട് എടുക്കാം. കോൺട്ര എടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ഒരു വൗച്ചർ എൻട്രിയെ കുറിച്ചിട്ടൊക്കെ സംശയം ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ വൗച്ചർ എൻട്രി എങ്ങനെയാണ് ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ക്യാഷ്. ഇതൊന്ന് ഒരു 5 ലാക്കാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 ലാക്ക് കാണിച്ചു. ഡെബിറ്റ് എന്നുള്ളടത്ത് ബാങ്കിന്റെ പേര് ക്രിയേറ്റ് ചെയ്യാം, SIB ബാങ്ക്. അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ആവുമ്പോൾ നേരിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു പർച്ചേസ് ഓർഡർ ആദ്യം പാർട്ടിക്ക് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഒരു ഓർഡറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് ഉണ്ടായിരിക്കും, ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും, എന്നൊക്കെയാണ് സാധനങ്ങൾ കിട്ടണത്, അതിന്റെ ഡ്യൂ ഡേറ്റ്, എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡർ ആണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പർച്ചേസ് ഓർഡർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ടറിലേക്ക് പോവുക. അതിൽ വൗച്ചർ ടൈപ്പ് എടുത്തു, അതിൽ പർച്ചേസ് ഓർഡർ എടുത്തു. പർച്ചേസ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, ആക്ടിവേറ്റ് ദിസ് വൗച്ചർ ടൈപ്പ്. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു. ഇത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ജസ്റ്റ് ഈ പർച്ചേസിന്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ പർച്ചേസ് ഓർഡർ F9 പർച്ചേസ് ആണ്. കൺട്രോൾ F9 അടിച്ചാൽ പർച്ചേസ് ഓർഡർ ആയി. ഇവിടെ ജസ്റ്റ് പർച്ചേസ് ഓർഡർ എടുത്തു. പർച്ചേസ് ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം ആരെടുത്തുനിന്നാണ്, ഇപ്പോൾ ഓൾറെഡി പാർട്ടി ഉണ്ടാക്കിയിട്ടായിരുന്നു ഏതു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. പർച്ചേസ് ലെഡ്ജർ വന്നു. ഇവിടെ ഐറ്റം കൊടുക്കാം. ഇവ റൈസ് എൻ്റർ അടിച്ചു. അപ്പോൾ 1/4 ഓർഡർ കൊടുക്കേണ്ടത്. കിട്ടുന്ന ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. 1/5 കിട്ടേണ്ടത്. അപ്പോൾ ഗോഡൗൺ ഇവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റാക്ക് 1 എടുത്തു. എത്ര ക്വാണ്ടിറ്റിയാണ്, ഇപ്പോൾ 300 kg. ഏത് റേറ്റ് വെച്ചിട്ടാണ്, ഇവിടെ റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ വീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഡ്യൂ എന്നുള്ളടത്ത് 1/5 കൊടുത്തു. ഗോഡൗൺ റാക്ക് 1 സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ക്വാണ്ടിറ്റി ഒരു 100 കൊടുത്തു. റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്ത ഐറ്റം കൊടുക്കാം. സോപ്പ് കൊടുത്തു. ഡ്യൂ എന്നുള്ളടത്ത് 1/5 കൊടുത്തു. ഗോഡൗൺ കൊടുത്തു. റാക്ക് 2 കൊടുത്തു. 50 കൊടുത്തു. റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിൻഡോ സേവ് ചെയ്യാം. അപ്പോൾ ഓരോ ഡേറ്റിലും ഓരോന്നിന്റെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കണം. ഓർഡർ എത്ര പെൻഡിങ് ഉണ്ട് എന്നുള്ളതിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ റിപ്പോർട്ട് എടുക്കുക, മുകളിൽ ഗോറ്റൂലേക്ക് പോയി ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ PUR അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പർച്ചേസ് ഓർഡർ ഡ്യൂ ഓൺലി കാണിക്കും. എൻ്റർ അടിച്ചു. ഇവിടെ ഓൾ ഓർഡേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. F8 അടിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, റൈസ് ഉണ്ട്, ഓർഡേഡ് ക്വാണ്ടിറ്റി ഉണ്ട്, ബാലൻസ് ക്വാണ്ടിറ്റി ഉണ്ട്, ഡ്യൂ ഓൺ ഡേറ്റും ഇവിടെ കാണിക്കും. ഇനി നമുക്ക് അവർ സാധനങ്ങൾ അയച്ചു തരികയാണ്. അപ്പൊ എന്തിനാണ്, പർച്ചേസിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പൊ എസ്കേപ്പ് ചെയ്തു. വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി അപ്പോൾ സാധനങ്ങൾ കിട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ പർച്ചേസിലേക്ക് സെലക്ട് ചെയ്തെടുത്തു. മുമ്പുള്ള ഓർഡറിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ ഗുഡ്സ് കിട്ടുന്നു. അപ്പൊ ഇവിടെ ബിൽ നമ്പർ കൊടുത്തു. P1025 എന്നുള്ള ബിൽ നമ്പർ കൊടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. പാർട്ടി ഏതു എന്നുള്ള പാർട്ടി സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഓർഡർ നമ്പറിലേക്ക് കാണിക്കും. ഈ ഓർഡർ നമ്പറിന്റെ എഗെയിൻസ്റ്റ് ആണ് ഗുഡ്സ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പോൾ 300 എണ്ണത്തിനാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 250 ആണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ 250 അടിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എല്ലാ ക്വാണ്ടിറ്റിയും കിട്ടുന്നു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. എൻ്റർ പിന്നെ ടാക്സ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, CGST കാണിക്കണം. അപ്പോൾ ഇവിടെ CGST കാണിച്ചു. ഈ CGST എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ കൺട്രോൾ എൻ്റർ അടിച്ചു. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് GST കാണിച്ചു. CGST കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അതേപോലെ SGST കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നെക്സ്റ്റിൽ ഒരു ക്യാഷ് പർച്ചേസ് ആണ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ബിൽ നമ്പർ കൊടുത്തു. ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം ക്യാഷ് കാണിക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെയും ജസ്റ്റ് എൻ്റർ അടിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു.
എൻ്റർ പർച്ചേസ് കാണിച്ചു. ഇവിടെ ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ മൈദ എടുത്തു. ഓർഡർ നമ്പർ നോട്ട് അപ്ലിക്കബിൾ. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് പർച്ചേസ് ചെയ്യണം, ഓർഡറിലേക്കല്ല, സാധനങ്ങൾ വെറുതെ വാങ്ങിക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ നമുക്ക് റാക്ക് 1ലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. 50 kg കാണിച്ചു. റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അടുത്ത ഐറ്റം ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോഡൗൺ റാക്ക് 1 സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഷുഗർ ആണെന്നുണ്ടെങ്കിൽ 30 kg ആണ്. റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ടാക്സ് കാണിക്കാം. CGST കാണിച്ചു. അതേപോലെ ഇവിടെ SGST കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു വിൻഡോ സേവ് ചെയ്തു. ഇനി സൂപ്പർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റമാണ് പോയിന്റ് ഓഫ് സെയിൽ എന്നാണ് പറയുക. അതായത് റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ ഈ പോയിന്റ് ഓഫ് സെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബില്ലടിക്കുക. അപ്പോൾ ഈ പോയിന്റ് ഓഫ് സെയിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പ്രത്യേകത പറഞ്ഞാൽ അതിൽ ടൈം അടക്കം കാണിക്കും എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി വേറൊരു കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവരിങ്ങനെ ചടപടയെന്ന് പ്രിന്റ് എടുത്തിട്ട് തരും. കാരണം പ്രിന്ററിൽ എപ്പോഴും പേപ്പർ എടുത്തു വെക്കണം. കാരണം അവർക്ക് അതിനൊന്നും സമയമില്ല. ആൾക്കാർ ഒരുപാട് ക്യൂ നിൽക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ 1000-2000 ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത സൂപ്പർ മാർക്കറ്റ് ബില്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ അവർ നമുക്ക് ബില്ല് അടിച്ച് തന്നു. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള എമൗണ്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 530 ആയത് എമൗണ്ട്, അപ്പോൾ നമ്മളൊരു 600 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി അവർ ഇങ്ങോട്ട് തരണമല്ലോ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ടൈമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് പ്രിന്റിൽ കാണിക്കും. ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ബില്ലിൽ തന്നെ കാണിക്കും. അപ്പോൾ അതെടുത്തിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ തരാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പോയിന്റ് ഓഫ് സെയിലിന് എന്നുള്ളത്. അതേപോലെ തന്നെ മൾട്ടി മോഡായിട്ടാണ് പേയ്മെന്റ് കാണിക്കാൻ പറ്റും. സാധാരണ ഷോപ്പിൽ ചെന്നാൽ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് അങ്ങനെയല്ലേ കാണിക്കുക. ഇത് അങ്ങനെയല്ല, ക്യാഷ് ആയിട്ട് കാണിക്കാം, ചെക്കായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഷോപ്പായിട്ട് ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ ഗിഫ്റ്റ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിലെ സെയിൽസിന്റെ ബില്ലടിക്കുക പോയിന്റ് ഓഫ് സെയിൽ ഉപയോഗിച്ചിട്ട് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. പോയിന്റ് ഓഫ് സെയിലുണ്ട്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. വൗച്ചർ ടൈപ്പ് എടുത്തു. ഇവിടെ പേര് കൊടുക്കാം പോയിന്റ് ഓഫ് സെയിൽ. പേരെന്ത് കൊടുത്താലും അതേ പേരാണ് അറിയപ്പെടുക, പോയിന്റ് ഓഫ് സെയിൽ. ഇതിന്റെ അണ്ടർ എന്താണ്? സെയിൽസ് അക്കൗണ്ട് തന്നെയാണ്. സെയിൽസ് അക്കൗണ്ടിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ചോദിക്കും പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ്. ഇവിടെ യെസ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കും യൂസ് ഫോർ POS ഇൻവോയ്സിങ്. ഈ ഒരു ഓപ്ഷനും ഇവിടെ യെസ് കൊടുത്തു. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഇവിടെ ചോദിക്കും മെസ്സേജ് ടു പ്രിന്റ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവരുടെ ബില്ലിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കാം താങ്ക് യു, കം അഗെയിൻ. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഡിഫോൾട്ട് ടൈറ്റിൽ ടു പ്രിന്റ്. ഇവിടെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ POS ആണെങ്കിൽ POS, അല്ലെങ്കിൽ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ സെറ്റ് ഓട്ടോ ഡിക്ലറേഷൻ, ഒരു സത്യപ്രസ്താവന ഉണ്ടായിരിക്കും. അവിടെ യെസ് കൊടുത്തു ഞാൻ എൻ്റർ അടിച്ചു. അപ്പോൾ ടാലിയിലെ ഡീഫോൾട്ട് ആയിട്ട് ഒരു പ്രസ്താവന ഉണ്ട്. നമുക്ക് ഇത് മതി എന്ന് വെച്ചാൽ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു ക്ലാസ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ഈ സെയിൽസിന്റെ ലെഡ്ജർ അടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എന്തൊക്കെ വൗച്ചറുകളാണ്, ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ്, ഏത് ബാങ്കാണ്, എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ എമൗണ്ട് മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതിനാണ് ഈ ക്ലാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ POS എന്നൊരു ക്ലാസ് കൊടുത്തു. എൻ്റർ അടിക്കും. ഇവിടെ ചോദിക്കും ഗിഫ്റ്റ് വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടെങ്കിൽ എസ് കൊടുക്കും. ആരെടുത്താണ് ഗിഫ്റ്റ് വൗച്ചർ. ഇപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൊടുത്താൽ അവർ പറയും ഇതിന്റെ സൂപ്പർ മാർക്കറ്റിൽ മാറിയാൽ മതി. അപ്പോൾ അത് ആ രണ്ട് ഷോപ്പുകളും തമ്മിലുള്ള ടൈപ്പാണ്, രണ്ടുപേർക്കും കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ആതിര ഫാൻസി. ഇത് ഈ സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്താണ്, സൺഡ്രി ലെറ്റർ ആണ്. അവരുടെ അടുത്ത് എന്താണ്, ഇങ്ങോട്ട് പൈസ കിട്ടണം. അപ്പൊ ഇവിടെ സൺഡ്രി ലെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എൻ്റർ അടിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ചോദിക്കും ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് കൊടുത്തു. ഇവിടെ ബാങ്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് ബാങ്കിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ക്രെഡിറ്റ് ഓർ ചെക്ക് ഓർ DD ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തു. ക്യാഷ് ഇവിടെ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ക്യാഷ്. ഇവിടെ സെയിൽസിന്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് സി എടുത്തിട്ട് സെയിൽസ് അക്കൗണ്ട്.
ഇവിടെ GST അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഗുഡ്സിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്യാം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സ്പേസ് ബാർ അടിച്ചിട്ട് ഇവിടെ CGST കൊടുക്കാം. അതേപോലെ തന്നെ SGST. അപ്പോൾ പ്രത്യേകം അടിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ടാക്സുകളൊക്കെ വന്നോളൂ. SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്തു. ഇനി എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. സെയിൽസ് എടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ചോദിക്കും സെയിൽസ് വേണോ പോയിന്റ് ഓഫ് സെയിൽ വേണോ? പോയിന്റ് ഓഫ് സെയിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള POS എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ POSലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ കണ്ടോ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എല്ലാ ഓപ്ഷനും ഇവിടെ അടിയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഗിഫ്റ്റ് വൗച്ചർ, ക്രെഡിറ്റ് ഓൺ ഡെബിറ്റ് കാർഡ്, ക്യാഷ്. അപ്പോൾ ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കാൻ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഈ ക്ലാസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഗോഡൗൺ, അപ്പോൾ ഏത് ഗോഡൗണിനാണ് നമുക്ക് ഗുഡ്സ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗോഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഗോഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ റാക്ക് 1 റാക്ക് 1 സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ പാർട്ടി സെക്കൻഡ് നെയിം നമ്മൾ സൂപ്പർ മാർക്കറ്റിലാകുമ്പോൾ അവിടെ പാർട്ടി ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ. അപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഐറ്റം കൊടുക്കുക. ഇവിടെ ബേസ് ബാർ അടിച്ചാൽ ഇവിടെ ഐറ്റം ഉണ്ട്. ഇവിടെ മൈദ സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് 1 ആണ് കാണിക്കുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ക്വാണ്ടിറ്റി അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ കൊടുത്തു ഒരു 20 kg ആണ്. അതിൻ്റെ റേറ്റ് കൊടുക്കാം ഒരു 49 കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അടുത്ത ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. അടുത്ത ഐറ്റം റൈസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. റൈസും 1 ആണ് വരിക. റൈസിലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം ഒരു 60 kg കൊടുത്തു. അതിൻ്റെ റേറ്റ് കൊടുത്തു 48 കൊടുത്തു. എൻ്റർ അടിച്ചു. അടുത്ത ഐറ്റം കൊടുക്കാം വീറ്റ്. എൻ്റർ അടിച്ചു. ക്വാണ്ടിറ്റി 1 ആണ് വന്ന് ഡീഫോൾട്ടായിട്ട് മാറ്റി കൊടുക്കാം. 30 കൊടുത്തു. റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 52 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ ടാക്സിൻ്റെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ മുൻകൂട്ടി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലോ. ഇവിടെ നമുക്ക് എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ 5691 രൂപയാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ക്രെഡിറ്റോട്, അപ്പോൾ ഇവിടെ ചോദിക്കും ഗിഫ്റ്റ് വൗച്ചർ വഴി എത്രയാണ് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ വഴി 1000 റുപ്പീസാണ്. അപ്പോൾ അതാണ് സൂപ്പർ മാർക്കറ്റ് ബില്ലിങ്ങിൻ്റെ പ്രത്യേകത പറഞ്ഞത്. അവിടെ മൾട്ടി മോഡാണ് ഉപയോഗിക്കുക. എൻ്റർ അടിച്ചു. അത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് വഴി എത്രയാണ്. അപ്പോൾ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് വഴിയാണെന്നുണ്ടെങ്കിൽ ഒരു 2000 ആണ്. അപ്പോൾ കാർഡ് നമ്പറൊക്കെ ഇവിടെ കൊടുക്കാം. ഇവിടെ കാർഡ് നമ്പറൊക്കെ കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ബാക്കിയുള്ളത് 2691 രൂപയാണ് ഉള്ളത്. ആ 2691 രൂപയിൽ ക്യാഷ് 10 ഡേറ്റ് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്. അപ്പോൾ 2691 രൂപയാണ് കൊടുക്കാനുള്ളത്. അതിലാണെന്നുണ്ടെങ്കിൽ 2700 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 2700 അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ബാലൻസ് എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിക്കും. 9 റുപ്പീസ് വന്നിട്ട് കാണിക്കും. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്കൊന്ന് പ്രിവ്യൂ എടുത്ത് നോക്കാം. നോക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം വിചാരിക്കാം. ജസ്റ്റ് ഒന്ന് F4 അടിച്ചാൽ മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കും. കണ്ടോ, ടൈം അടക്കം കാണിക്കും. അതാണ് ഈ പോയിന്റ് ഓഫ് ബില്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഐറ്റത്തിൻ്റെ പേര് വന്നിട്ടുണ്ട്, അതിൻ്റെ ടാക്സ് റേറ്റുകൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ടോട്ടലായിട്ടുള്ള എമൗണ്ടുകൾ വന്നിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് വൗച്ചർ വഴി, ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡ് വഴി, ക്യാഷ് വഴി ബാലൻസ് 9 രൂപയാണ് കൊടുക്കാനുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചു. എല്ലാ എമൗണ്ടുകളും താങ്ക് യു കമ്പനിയിൽ നമ്മൾ അടിച്ചുള്ള ഡിക്ലറേഷനും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ ബില്ലിങ്ങുകൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഒരു എൻട്രി അവിടെ സേവ് ആയിട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ എന്താണ്, സ്റ്റാഫുകളുടെയൊക്കെ സാലറി പേയ്മെന്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒരു 5-6 സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് സെന്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ച് സാലറി കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മുകളിൽ കമ്പനി സെലക്ട് ചെയ്തിട്ടെടുത്തു. F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ ഒരു ഓപ്ഷൻ ചോദിക്കും എനേബിൾ കോസ്റ്റ് സെന്റർ. കോസ്റ്റിനെ ഡിഫറെൻറ്റ് സെന്ററുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോസ്റ്റ് സെന്ററിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ യെസ് കൊടുത്തു. ഇത് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തു. ഇനി നമുക്ക് വൗച്ചർ എടുത്തു. ഇപ്പോൾ സാലറിയാണ് കൊടുക്കുന്നത്.
ഇപ്പോൾ ഡേറ്റ് ഇപ്പോൾ 31/5 31/5 സെലക്ട് ചെയ്തിട്ടെടുത്തു. പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. പേയ്മെന്റ് എടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഒരുമിച്ചൊരു സാലറി പറഞ്ഞിട്ടാണ് കാണിക്കുക. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും എത്ര കൊടുത്തു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓൾട്ട് സി അടിച്ചു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി എന്നുള്ളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സാലറി അടിച്ചു. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് കാണിക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും, കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിൾ. ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. എൻ്റർ. ഇപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് 55,000 ആണെന്ന് വിചാരിക്കുക. 55,000 എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആൾക്കാരുടെ പേരുകളാണ് കോസ്റ്റ് സെൻറ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓൾട്ട് സി അടിച്ചു. ഓരോരുത്തരുടെ പേരുകൾ ക്രിയേറ്റ് ചെയ്യാം. രാജ് എന്നുള്ളത് അടിച്ചു. എൻ്റർ അടിച്ചു. ഇപ്പോൾ രാജിന് എത്രയാണ് കൊടുക്കുന്നത്? രാജിനാണെങ്കിൽ ഒരു 25,000 ആണ് കൊടുക്കുന്നത്. അടുത്തൊരാളുടെ അടിക്കാം. ഓൾട്ട് സി അടിച്ചു. വീണ. എൻ്റർ അടിച്ചു. വീണയ്ക്കാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു 22,000 ആണ്. അടുത്ത പാർട്ടിയുടെ അടിക്കാൻ വരുൺ. 8,000 എൻ്റർ അടിച്ചു. ടു ക്യാഷ് അല്ലെങ്കിൽ ചെക്കായിട്ട് കൊടുക്കാം. ബാങ്കായിട്ട് എമൗണ്ട് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എൻട്രി സേവ് ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത്? ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇടതുഭാഗത്തെ എക്സ്പെൻസ് വലതുഭാഗത്തെ ഇൻകം വന്നിട്ടുണ്ട്. അതേപോലെ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് എല്ലാതും വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടത് വിചാരിക്കുക. ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി എസ് അടിക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് സ്റ്റേഷനറി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റോക്കും ഇവിടെ കാണിക്കും. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഏപ്രിൽ മന്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കാണിക്കും. അതേപോലെ തന്നെ ഇൻവേർഡ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വാണ്ടിറ്റിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. അപ്പോൾ ഈ ഒരു തരത്തിൽ എല്ലാ എൻട്രീസും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.